ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടെക്സ്റ്റൈൽ കടയുടമയെയും കടയിലെ മാനേജരായ യുവതിയെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ജില്ലയിലെ ആയൂരിലാണ് സംഭവം. ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കോഴിക്കോട് സ്വദേശി അലി, പള്ളിക്കൽ സ്വദേശി ദിവ്യ എന്നിവരാണ് മരിച്ചത്. കടയിലെ മാനേജരാണ് ദിവ്യ. വിവരമറിഞ്ഞ് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ ഇന്നു മുതൽ ജൂലൈ 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളില് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച സമ്മതിച്ച് KSEB. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ജെ ജീവനെടുത്ത അപകടത്തിൽ സ്കൂൾ അധികൃതർക്കും KSEBക്കും വീഴ്ച പറ്റി. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈനിന് തറയിൽ നിന്നും ഇരുമ്പ് വീട്ടിൽ നിന്നും ആവശ്യത്തിനുണ്ടായിരുന്നില്ല. ലൈൻ മാറ്റാൻ 2 ദിവസം മുൻപ് KSEB ഉദ്യോഗസ്ഥർ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നതായും വൈദ്യുതി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മരിക്കുന്നതിന് മുമ്പ് നവീൻ ബാബു PP ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് സാക്ഷിമൊഴി. യാത്രയയപ്പിന് ശേഷം ADMും താനും ക്വാർട്ടേഴ്സിന് സമീപത്ത് കണ്ടെന്നും PP ദിവ്യയുടെ ബന്ധു പ്രശാന്ത് മൊഴി നൽകി. ബിനാമി ഇടപാട്, വ്യാജ പരാതി തുടങ്ങിയവയെക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല. ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്.